ഹലോ എവറി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. സോ നിഫ്റ്റി അനാലിസിസ് എടുക്കാം. നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 333 കറക്ഷൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, ബട്ട് ഫാസ്റ്റ് ഇല്ല. അതാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉള്ളത്. സോ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റിൽ ഉണ്ട് മാർക്കറ്റിൽ, കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവർ. ബട്ട് സ്ട്രക്ചർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ചെറിയൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൊണ്ടോ, ഇതാണ് അവർ ഷിഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ കൗണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നാണ് ആ കൗണ്ട് ചെയ്യുന്നത്. അത് 0 ആണ്. ഇതാണ് താഴത്തെ പോയിന്റ്. ഓക്കെ, WXYZ ഓർ ABCD ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത്. സോ എനിവേ, സോ നമുക്ക് ഇതാണ് അവർ ഇപ്പോൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവർ ടൈം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇനി സംഭവം ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഓക്കെ, സോ ഇനി നാളത്തേക്ക് എന്താ മെയിൻ മേജർ സപ്പോർട്ടാണ് ഇപ്പോൾ ഇത് 5,410. ഇൻ കേസ് അതുകൂടി ബ്രേക്ക് ചെയ്താൽ, ഇൻ കേസ് ഈ ഒരു ലെവൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫിബർ റിട്രേസ്മെൻറ്റ് എടുക്കാം ഫ്രം ഹിയർ ടു ഈ ഒരു ഹൈ, ലേറ്റസ്റ്റ് ഇപ്പോൾ അടിച്ച ഇന്നത്തെ ഹൈ. ഓക്കെ, സോ ഇവിടെ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് 25,370 ആണ്, 81.20%. ഓക്കെ, സോ ഇത് ABC സ്ട്രക്ചറാണോ 1 2 3 4 5 പറഞ്ഞിട്ടാണോ നമുക്ക് കൊണ്ടുപോകുന്നത്? അതാണ് നമുക്കിപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. സോ അത് അങ്ങനെ എന്തായാലും ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇനി നമ്മുടെ ഈ ഒരു ലോ ശരിക്കും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഏതാണ്? 25,290. ഈ ഒരു ഇപ്പോൾ അടിച്ച ലോ ഉണ്ടല്ലോ, അത് ഇനി ബ്രേക്ക് ചെയ്യാൻ പാടില്ല അവർ. സോ അത് നല്ല ഒരു സപ്പോർട്ടാണ്, ഐ തിങ്ക് സോ. സോ ഇതൊരു സപ്പോർട്ടാക്കി ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇനി ഞാൻ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത്, സോ ഇത് കൗണ്ട് ചെയ്യുന്നത് 1 2 3 and 4 ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് 4 and then വീണ്ടും ഇവിടെ നിന്ന് 5 മുകളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് നാളെ ഫർദർ നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിളിൻ്റെ 4th വേവിൻ്റെ എക്സ്പാൻഡിങ് ട്രയാങ്കിളാണ്. സോ ഇത് കണ്ട ഓപ്പൺ മൗത്താണ് ഇങ്ങനെയാണ്. സോ നോക്കാനുള്ളതാണ് നാളെ എങ്ങനെയാണ്. ബട്ട് യെസ്, മോർ ബിയറിഷ്നെസ് ഇവിടെ നിന്ന് വെക്കല്ലേ. കാരണം എന്ന് വെച്ചാൽ കൺസൾട്ടേഷൻ പീരീഡ് കഴിഞ്ഞു. ഓക്കെ, സോ ഓവറോൾ ഇപ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കൺഫ്യൂസിങ് ആണ്. അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ ന്യൂസ്. ഓക്കെ, സ്ട്രക്ചർ വൈസ് പോസിറ്റീവാണ്. സോ താഴേക്ക് ഇവർ കൊണ്ടുവന്ന ട്രാപ്പ് ആവരുത്. ഇതിൻ്റെ ബിലോ ഇനി പോയാൽ, സോ ഇനി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ 25,210. ബട്ട് ഇനി ഇതിൻ്റെ ബിലോ പോയാൽ കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ പിന്നെ അത് വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യുമാണ്. പിന്നെ 25,335. ഓക്കെ, 330 ഈ ഒരു ലോ. ഓക്കെ, സോ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ, കോഷ്യസ്ലി വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്സൈഡ് പോവുകയാണെങ്കിൽ അതിനകത്ത് പേടിക്കാനൊന്നുമില്ല. അപ്സൈഡിന് ധൈര്യമായിട്ട് പ്ലേ ചെയ്യാം. ഡൗൺ സൈഡ് ഞാൻ കൺഫ്യൂസ് തന്നെ ആയിരിക്കുള്ളൂ. ഡൗൺ സൈഡിലേക്ക് ഞാൻ ഇപ്പോൾ കാണുന്നില്ല. സോ നാളെ ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ശ്രദ്ധിക്കണം. പിന്നെ ഇതും മനസ്സിൽ വെച്ചേക്കണം 25,210. അതുകൂടി വെച്ചേക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആണല്ലോ, നമ്മൾ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ മേ ബി ഇനി ഇവിടെ നിന്ന് പോകാനാണെങ്കിൽ ഇനി സമയമില്ല. ആസ് പെർ കൺസോളിഡേഷൻ പീരിയഡ്, ഈ ഒരു കൺസോളിഡേഷൻ ഇനി സമയമില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രൈസ് അടിച്ച് കയറാനാണെങ്കിൽ നോൺ സ്റ്റോപ്പ് തന്നെ പ്രൈസിൻ്റെ ഇവിടുന്ന് പോകുള്ളൂ. ഫോർ ദ ടാർഗറ്റ്സ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പ് സൈഡ് മേ ബി 2 days ഫ്രൈഡേ ഉച്ചവരെ കിട്ടാനാണെങ്കിൽ ഈ വീക്ക് തന്നെ ടാർഗറ്റ് കിട്ടിയിരിക്കണം. പിന്നെ അങ്ങോട്ട് നീറ്റാനുള്ള ഒരു ഇതില്ല സമയം. ദാറ്റ് മീൻസ് 333 കറക്ഷൻ്റെ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സമയം കൺസൾട്ടേഷൻ പീരീഡും കഴിഞ്ഞ് ആൻഡ് ദെൻ ഓൾമോസ്റ്റ് എല്ലാ വേവ്സ് ഇതിൻ്റെ അകത്തുള്ള അത് കയ്യാറായിട്ടുണ്ട്. സോ എല്ലാം ഫാസ്റ്റായിരിക്കും. നോക്കാം നമുക്ക്. ഈ വീക്ക് പറഞ്ഞാൽ ഫ്രൈഡേ വരെ സമയമുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇനി ഇതിനകത്ത് പറയാനുള്ളത്. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി ഇത് തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പോൾ പ്രോപ്പർലി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഫ്രം ഇയർ ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ 1 2 3 4 and 5. യെസ്, ഓക്കെ, ലീഡിങ് ഡയലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ മാത്രമേ ഡൗൺ സൈഡ് നമുക്ക് പ്ലേ ചെയ്യാം. നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഇത് താഴത്തെ സപ്പോർട്ട് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഇതിൻ്റെ അബവ് മാത്രമേ ഫർദർ അപ്പ് സൈഡ് ആവുള്ളൂ. കൗണ്ട് ഇവിടെ നിന്ന് ചെയ്യുകയാണെങ്കിൽ 1 1 2 ഇത് ഫുൾ 3 ആയിട്ടാണ്. 4 ഉണ്ട്, ഇത് 1. സോ മേ ബി പോസിബിളാണ് ഒരു അപ്പ് സൈഡ് കൂടി ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഒരു അപ്പ് സൈഡ് കൂടി പ്ലേ ചെയ്യാം. ഓക്കെ, ഇനി ഇത് ലീഡിങ് ഇനി ബ്രേക്ക് ചെയ്യാൻ പാടില്ല.
ഒത്തിരി ഇവർ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവരും വെയിറ്റ് ചെയ്യണം ന്യൂസ് എന്ത് ബേസ് ആയിരിക്കും, അവരുടെ കയ്യിൽ ന്യൂസ് കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും പണ്ടേ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അത്രയ്ക്ക് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാനാണ്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യുക, നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ. ഡൗൺ സൈഡ് ട്രാപ്പ് ആവേണ്ട, എനിക്കത് തന്നെ പറയാനുള്ളതാണ്. ഓക്കെ, സെൻസെക്സിൽ കിടക്കാം. സെൻസെക്സ് യെസ്, സെൻസെക്സിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ഡൗൺ സൈഡ് ഒക്കെ ട്രാപ്പിംഗ് ആണ്, ഭയങ്കര ട്രാപ്പാണ്. ഒത്തിരി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വീക്ക്നെസ് ഇതിൻ്റെ ബിലോ ഉള്ളൂ. ഓക്കെ, 1 2 3. ഓക്കെ, സോ സപ്പോർട്ട് ഇത് റെസിസ്റ്റൻസ് നിയറസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ്. ഓക്കെ, ഇതിനകത്ത് വേറെ നല്ല സപ്പോർട്ട് ചെയ്ത് ബാക്കി സപ്പോർട്ട്സൊക്കെ ഇത് തന്നെയാണ്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഫെർദർ അപ്സൈഡ് ഷാർപ്പ് അപ്സൈഡ് കിട്ടുള്ളൂ. ഓക്കെ, 1 2 3 4 തന്നെയാണ് ഐ തിങ്ക്. സോ ഇത് 1, ഇത് 2, ഇത് 3 ആണ് ഈ ഹൈ അടിച്ചിരിക്കുന്നത്. ഇത് 4 ആണ് എനിക്ക് തോന്നുന്നത്. 4 ആണെങ്കിൽ മേ ബി കൺസോളിഡേഷൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ നോക്കാം നമുക്ക് നാളെ എങ്ങനെയാണ് ഇതിൻ്റെ വീക്ക്നെസ്. ഇതിൻ്റെ ബില്ല് തന്നെ 83,000 ബ്രേക്ക് ആയാൽ മാത്രമേ ഫർദർ വീക്ക്നെസ് ഉണ്ടാവും. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് യെസ് ചാനൽ തന്നെയാണ്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ ഫർദർ സൈഡ് ഇതിനകത്ത് കിട്ടുകയുള്ളൂ. നമ്മൾ ഇതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ 1 2 3 4 5. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഈ ലോ സപ്പോർട്ടാണ്, ഈ സോൺ സപ്പോർട്ടാണ്. ഇൻ കേസ് ഇവിടെ വന്നാൽ ഐ തിങ്ക് ഇവിടുന്ന് എൻ്റെ നല്ല പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ മാത്രമേ റിവേഴ്സൽ പ്ലേ ചെയ്താൽ മതി കേട്ടോ. ഇതിനകത്ത് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതായിരിക്കും. യെസ്, ഇത് തന്നെയാണ്. ഇതിൻ്റെ അപ്പം മാത്രമേ ലെസൺസ് ഉള്ളൂ. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.